കോഴിക്കോട് സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് ബസ് നിർത്തിയില്ലെന്ന് ആരോപിച്ച് KSRTC സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസിന്റെ ചില്ല് യുവതി അടിച്ചു തകർത്തു. മീംസ് സ്റ്റോപ്പിൽ ഇറക്കണമെന്ന ആവശ്യം ജീവനക്കാർ നിരസിച്ചതോടെയാണ് യുവതി അക്രമം അഴിച്ചുവിട്ടത്. KSRTCയുടെ 2 സർവീസ് മുടങ്ങിയതിന്റെയും സൈഡ് ഗ്ലാസിന്റെയും തുകയായ 28,000 രൂപയും യുവതിയിൽ നിന്ന് ഈടാക്കിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, രാത്രി സമയത്ത് സ്ത്രീകൾക്ക് ആവശ്യപ്പെട്ടാൽ എവിടെയും ബസ് നിർത്തി നൽകണമെന്നൊരു നിർദ്ദേശമുള്ളതാണ്. ഇതിപ്പോൾ പട്ടാപ്പകലാണ്. എന്തായിരുന്നു അവരുടെ ആവശ്യം? എന്താണ് സംഭവിച്ചത്? വിനീത, കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവമാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലായിട്ടുള്ളത്. നമ്മൾ ഈ ബസിന്റെ ഡ്രൈവറുമായും ഒപ്പം പോലീസുമായും സംസാരിച്ചു. അതിൽ നിന്ന് മനസ്സിലായ കാര്യം, കട്ടപ്പനയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സാണ്. കോട്ടക്കലിൽ നിന്നാണ് ഈ യുവതി ബസ്സിൽ കയറുന്നത്. കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുത്തു. പിന്നീട് ലുലുവിന്റെ സ്റ്റോപ്പിലെത്തിയപ്പോൾ യുവതി അവിടെ തന്നെ ഇറക്കണമെന്ന് ഈ കണ്ടക്ടറോട് ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷെ അവിടെ സ്റ്റോപ്പില്ല എന്ന് കണ്ടക്ടറും ഡ്രൈവറും അറിയിച്ചു. പിന്നാലെയാണ് തൊട്ടടുത്ത സ്റ്റോപ്പായ മിംസ് സ്റ്റോപ്പിൽ നിർത്തണമെന്നുകൂടി യുവതി ആവശ്യപ്പെടുന്നത്. പക്ഷെ അവിടെയും സ്റ്റോപ്പില്ല എന്ന് ഈ ഡ്രൈവറും കണ്ടക്ടറും അറിയിച്ചതോടുകൂടിയാണ് യുവതി വലിയ പ്രകോപിതയാകുന്നതും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഹാമർ ഉപയോഗിച്ച് ഈ സൈഡ് ഗ്ലാസ് അടിച്ചു തകർക്കുന്നതും അതിനിടയിൽ യുവതി തന്റെ കൈവശമുണ്ടായിരുന്ന ഫോണിൽ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഒക്കെ ദൃശ്യങ്ങൾ പകർത്തുന്നതും താൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, പരാതി നൽകും എന്നൊക്കെ പറയുന്നതും കേൾക്കാം. ഏതായാലും ഈ സൈഡ് ഗ്ലാസ് ഈ പെൺകുട്ടി തകർത്തതിന് പിന്നാലെ തന്നെ പോലീസിനെ ഈ ബസ്സിലുള്ളവർ വിവരം അറിയിച്ചു. ഡ്രൈവറും പോലീസും ഒക്കെ വിവരം അറിയിച്ചു. അങ്ങനെ പുതിയ സ്റ്റാൻഡിൽ ഈ പെൺകുട്ടി ഇറക്കുകയും അവിടെ എത്തി പോലീസൊക്കെ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിൽ എത്തുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരാതിയൊന്നും ലഭിക്കാത്തതിനാൽ കേസ് എടുത്തിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ 28,000 രൂപയാണ് ഈ യുവതിയിൽ നിന്ന് ഈടാക്കിയിട്ടുള്ളത്. അത് ഈ ബസ്സിലെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സർവീസ് മുടങ്ങിയതിന്റെയും ഒപ്പം തന്നെ ഈ സൈഡ് ഗ്ലാസ് തകർത്തതിന്റെയും തുകയാണ് ഈ 28,000 രൂപ. ഒപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു ലുലുവിൽ, അതിനാലാണ് ഈ തിരക്ക് കൂട്ടിയത് എന്നൊക്കെയാണ് പെൺകുട്ടി ഏതായാലും ഈ ഡ്രൈവറോടും കണ്ടക്ടറോടും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഏതായാലും കേസിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. വിനീത, ശരി, എത്ര ബ്ലോക്കിൽ വണ്ടി നിർത്തുന്നതാണ്? ഒരു പെൺകുട്ടിയല്ലേ, വേണമെങ്കിൽ വണ്ടി നിർത്താമായിരുന്നു. പക്ഷെ ഇത്തരം അക്രമത്തിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ നൽകിയത്.